ഹലോ, ഡോക്ടർ അബ്ദുസ്സലാം ഉമർ വിത്ത് യു. കഴിഞ്ഞ ഒരു 13 വർഷമായിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തിട്ടുള്ളത് ബ്രാൻഡുകളെ ഡെവലപ്പ് ചെയ്യാനാണ്. ഏതൊരു ബിസിനസ്സുകാരൻ്റെയും ഒരു സ്വപ്നമായിരിക്കും ഒരു ചിക്കിങ് പോലെ, അല്ലെങ്കിൽ ഒരു KFC പോലെ, അല്ലെങ്കിൽ ഒരു മെക്ഡൊണാൾഡ് പോലെ, അല്ലെങ്കിൽ അൽ നഹദി ഫാർമസി പോലെ, അല്ലെങ്കിൽ ഒരു നെസ്റ്റോ പോലെ, ഒരു ഫില്ലി പോലെ, അങ്ങനെയുള്ള ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡുകൾ എൻ്റെ പേരിൽ ഡെവലപ്പ് ചെയ്ത് വരണം എന്നുള്ള സ്വപ്നമായിരിക്കും. അങ്ങനെ ഭ്രാന്തമായ സ്വപ്നവുമായിട്ട് നടക്കുന്ന ആളുകൾക്കുള്ളതാണ് ഈ ഒരു വീഡിയോ. അത്തരം ഒരു ബ്രാൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ സ്റ്റോറിയാണ് ഈ വീഡിയോ. അതായത് ഫുജേറ ബേസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന അൽസലാമ ഗ്രൂപ്പ് ഓഫ് ഫാർമസിയെ എങ്ങനെയാണ് നമ്മളൊരു ബ്രാൻഡാക്കി മാറ്റിയത്, അതിൻ്റെ ഒരു ചരിത്രവും അതിൻ്റെ ഒരു ഫ്യൂച്ചറുമാണ് ഈ വീഡിയോ ചർച്ച ചെയ്യുന്നത്. UAE ദിബ്ബയിൽ 2009 സ്റ്റാർട്ട് ചെയ്ത ഫക്രുദ്ദീൻ ഹസൻ എന്ന് പറയുന്ന ഒരു MOH ലൈസൻസ്ഡ് സാധാ ഫാർമസിസ്റ്റ്, ഒരു പഴയ പ്രവാസിയുടെ മകൻ, സ്വന്തമായിട്ട് ആദ്യമായിട്ട് 4 വർഷം ഫാർമസിസ്റ്റായിട്ട് വർക്ക് ചെയ്തു. അതിനുശേഷം തുടങ്ങിയ ഒരു സ്ഥാപനമാണ് അൽസലാമ ഫാർമസി. പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞ് ഇപ്പോൾ 2024 ഞാൻ ഈ ഒരു ബ്രാൻഡ് ഏറ്റെടുക്കുന്ന സമയത്ത് അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെതായ കഴിവിൽ 7 ബ്രാഞ്ചുകളും, അതുപോലെ തന്നെ ഏകദേശം 1 മില്യൻ്റെ മാസത്തിലുള്ള കച്ചവടവും, അതുപോലെ തന്നെ ഏകദേശം ഒരു 30 സ്റ്റാഫുമായിട്ട് അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ പ്രയത്നം കൊണ്ട് വളർത്തിയിരുന്നു. ഏതൊരു സെൽഫ് എംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ തുടക്കത്തിലുള്ള ബിസിനസ് വളർന്ന് പന്തലിക്കുമ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. കാരണം അതിനൊരു സിസ്റ്റം ഉണ്ടാവില്ല, പ്രോസസ്സ് ഉണ്ടാവില്ല, ഒരു വിഷൻ ഉണ്ടാവില്ല. അവിടെയാണ് ബേസിക്കലി ഒരു ഓർഗനൈസേഷണൽ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ വിഷൻ പ്ലാനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ തരുന്നത്. നമ്മളൊരു ബ്രാൻഡായി വളർത്തുമ്പോൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഒരു പ്രോപ്പർ വിഷൻ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അൽസലാമ ഫാർമസിയുടെ വിഷൻ എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു 500 ബ്രാഞ്ചുകളുള്ള GCCയിലും ഇന്ത്യയിലും ഒക്കെ എസ്റ്റാബ്ലിഷ്മെൻ്റ് ഉള്ള ഒരു 500 ബ്രാഞ്ചുകളുള്ള വലിയൊരു ഫാർമസി റീറ്റെയിൽ ചെയിൻ ആവുക എന്നുള്ളത്. അതിൻ്റെ ഒരു പ്രാഥമിക വിഷൻ 2030 ആകുമ്പോഴേക്കും 200 ബ്രാഞ്ചുകൾ GCCയിലുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഫാർമസി റീറ്റെയിൽ ചെയിനായി മാറുക എന്നുള്ള ലാർജർ വിഷൻ സെറ്റ് ചെയ്യാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്തത്. അപ്പോൾ ഒരു ബിസിനസ് ഗ്രൂപ്പ് അവരുടെ വിഷൻ റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യമായിട്ട് ചെയ്യേണ്ടത് അവർ റീബ്രാൻഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഇപ്പോൾ 7 ഫാർമസികളുള്ള 7 വേറെ വേറെ പേരുകളിലാണുള്ളത്. അപ്പോൾ ഒരൊറ്റ പേര് റുമാൻ ഫാർമസി അല്ലെങ്കിൽ റുമാൻ ഗ്രൂപ്പ് ഓഫ് ഫാർമസി എന്ന് പറഞ്ഞിട്ട് ഒറ്റ ഗ്രൂപ്പിലേക്ക് നമ്മൾ റീബ്രാൻഡ് ചെയ്യുകയാണ് ആദ്യം ചെയ്തത്. റീബ്രാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദേ ഹാവ് സ്റ്റാർട്ടഡ് ന്യൂ വിഷൻ എന്നാണ്. വളരണമെങ്കിൽ പിന്നെ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ടീം ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ ബിസിനസ് ആയ പിന്നെ അത് നടക്കില്ല. അപ്പോൾ HR വേണം, ഫൈനാൻസ് വേണം, അഡ്മിനിസ്ട്രേഷൻ വേണം, പർച്ചേസ് വേണം, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും വരുമ്പോഴേ നമുക്കൊരു ഓർഗനൈസേഷനെ വളർത്തിക്കൊണ്ടുപോകാൻ പറ്റും. നമ്മൾ ടീം ഡെവലപ്പ് ചെയ്തു. ഈ ഒരു വർഷം, ഈ ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ നമ്മുടെ ഗോൾ ഉണ്ടായിരുന്നത് ടോട്ടൽ 25 ഫാർമസീസ് ആക്കുക എന്നുള്ളതായിരുന്നു. അതിൽ അൽഹംദുലില്ലാഹ് നമുക്ക് 18 ഫാർമസികൾ ഇപ്പോൾ ഓപ്പറേഷനിലായി, 5 ഫാർമസികൾ പണി നടക്കുന്നു. 2 കൂടി, അതായത് ഈ ഒരു ഡിസംബർ ആകുമ്പോഴേക്ക് നമുക്ക് ടോട്ടൽ നമ്മുടെ ഫാർമസിയുടെ നമ്പർ എന്തായാലും 25 ഫാർമസികളായിരിക്കും. ഓരോ ഫാർമസിയിലും സെപ്പറേറ്റ് പർച്ചേസ് എന്ന് പറയുന്നത് നമുക്ക് പ്രോഫിറ്റബിൾ അല്ല. അപ്പം ഇങ്ങനെ വളരുന്ന സമയത്ത് നമ്മൾ ആദ്യമായിട്ട് വേണ്ടത് നമ്മൾ ബേസിക്കലി ഒരു സെൻട്രൽ പർച്ചേസ് സിസ്റ്റം തുടങ്ങണം. അതിനാണ് നമ്മൾ അൽസലാമ ഡ്രഗ് സ്റ്റോർ, ഇപ്പോൾ റുമാൻ ഡ്രഗ് സ്റ്റോർ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇനിയൊരു 50 100 സ്റ്റോർ വന്നാലും അതിന് മൊത്തമായിട്ട് സെൻട്രലൈസ്ഡ് പർച്ചേസ് ചെയ്യാനും നമ്മുടേതായിട്ടുള്ള ബ്രാൻഡുകൾ ചെയ്യാനും പറ്റിയ ഒരു അടിപൊളി ഡ്രഗ് സ്റ്റോർ നമ്മൾ ഈ വർഷം എസ്റ്റാബ്ലിഷ് ചെയ്തു. ഈ ഒരു വിഷൻ ജേണിയിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ വിഷനെ അല്ലെങ്കിൽ നമ്മുടെ മിഷനെ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് 50-ലധികം ഇൻവെസ്റ്റേഴ്സിനെ നമുക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റി. തിരിച്ച് അങ്ങോട്ട് ഒരു 20% മുതൽ 24% വരെ നമുക്ക് റിട്ടേൺ കൊടുക്കാനും കഴിഞ്ഞു. അപ്പോൾ ഒരു ഏതൊരാളുടെയും സ്വപ്നമാണ് ഒരു സാമ്പത്തിക സുരക്ഷിതത്തോടു കൂടിയുള്ള ഒരു റിട്ടയർമെൻറ്റ് എന്നുള്ളത്. ആ ഒരു ഗോളിലേക്ക് ഒരുപാട് ആളുകളുടെ സ്വപ്നത്തിലേക്ക് നമുക്കും കൂടി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ ചാരിതാർത്ഥ്യമുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ഒരു പുതിയ വിഷൻ പ്ലാനിങ് തുടങ്ങി 1.5 വർഷത്തിനിപ്പുറം ഇന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ 7 രാജ്യങ്ങളിൽ നിന്നായി നമുക്ക് 80ഓളം സ്റ്റാഫുകളുണ്ട്. അതുപോലെ തന്നെ സെയിൽസ് വോളിയം ആനുവലി 10 മില്യൺ ഉണ്ടായിരുന്നു, നമുക്കത് 20 മില്യൺ ആക്കാൻ കഴിഞ്ഞു. ഇനി അടുത്ത വർഷത്തിലേക്ക് നമ്മൾ മുന്നോട്ട് നോക്കുകയാണ്. എങ്ങനെയായാലും അടുത്ത വർഷം 2026 ഡിസംബർ ആകുമ്പോഴേക്ക് നമ്മൾ ഈ 25 ഫാർമസി എന്നുള്ളത് 50 ഫാർമസീസ് ആക്കണം. ഇതിനൊക്കെ നമ്മളെ കൂടെ നിന്നത് ആക്ച്വലി നമ്മളെ ട്രസ്റ്റ് ചെയ്ത്, നമ്മളെ സപ്ലയേഴ്സ് നമ്മളെ ട്രസ്റ്റ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് നമ്മളെ ട്രസ്റ്റ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ സ്റ്റാഫ് അന്ന് മുതൽ ഈ 15 വർഷമായിട്ട് അന്നും ഇന്നും എന്നും കൂടെ നിന്ന് നമ്മുടെ സ്റ്റാഫ് നമ്മളെ ട്രസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ആര് ട്രസ്റ്റ് ചെയ്താലും മുതലാളിക്ക് അവനവനിൽ വിശ്വാസമില്ലെങ്കിൽ ഒരു വിഷനും നടക്കില്ല. അപ്പോൾ തൻ്റെ കഴിവുകളിലും തൻ്റെ വിഷനിലും തൻ്റെ സ്വപ്നങ്ങളിലും ഉറച്ചു വിശ്വസിക്കുന്ന ഒരു മാനേജിങ് ഡയറക്ടർ ഉണ്ട് എന്നുള്ളതും ഈ ഒരു കമ്പനിയുടെ പ്രത്യേകതയാണ്. നമ്മളിപ്പോൾ പ്രവാസത്തിലേക്ക് പല ആളുകളും അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകൾ എംപ്ലോയ്മെൻറ്റിന് വേണ്ടി വരും. പിന്നെ അവർ റിട്ടയർ ചെയ്യുമ്പോൾ അവരൊരു എംപ്ലോയി തന്നെ ആയിരിക്കും അവർ. അതിൽ നിന്ന് വ്യത്യസ്തമായി 4 വർഷത്തിന് ശേഷം എംപ്ലോയ്മെൻറ്റ് മാറി ഒരു ബിസിനസ്സിലേക്ക് കടന്നു. 15 വർഷം കൊണ്ട് ഈ ഒരു സാമ്രാജ്യം ഉണ്ടാക്കിയെടുത്തു. എന്താണ് വിജയത്തിൻ്റെ പിന്നിൽ? ഡോക്ടർ, പിന്നെ നല്ലൊരു ചോദ്യമാണ് ചോദിച്ചത്. എൻ്റെ ഒരു ഉത്തരം എന്ന് പറഞ്ഞാൽ, എനിക്ക് 3 സ്വപ്നങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. 3 സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ഞാൻ 4 വർഷം ഇവിടെ ഒരു വലിയൊരു കമ്പനിയിൽ വർക്ക് ചെയ്തു.
ആ കമ്പനിയിൽ നമ്മൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ തന്നെ വലിയൊരു ഫാർമസിയാണ് കാണുന്നത്. അപ്പോൾ അതുപോലൊരു ഫാർമസി സെറ്റാക്കണം എന്ന് അപ്പോൾ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. ബിസിനസ് ബുദ്ധി. അതിനുശേഷം പിന്നെ ഞാൻ നൈറ്റ് ഡ്യൂട്ടി എടുത്ത് ഓവർ ടൈം എടുത്ത് അങ്ങനെ ജോലി ചെയ്ത് 4 വർഷം ആ കമ്പനിയിൽ ഫാർമസിസ്റ്റായിട്ട് UAE രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റായിട്ടാണ് നിന്നത്. അതിനുശേഷം അപ്പോൾ എനിക്ക് തോന്നി അതിലുള്ള ഒരു സ്വപ്നം എന്ന് പറഞ്ഞാൽ ഒരു 1000 ആളുകൾക്ക് ജോലി കൊടുക്കാൻ. അപ്പോൾ 3 ആളുകളുമായിട്ട് തുടങ്ങിയ ആ സ്ഥാപനം ഇപ്പോൾ 100 ടച്ച് ചെയ്തു, നിയർ ടു 100. ഇഫ് വി ആർ ഓപ്പണിംഗ് 23 ഇറ്റ് വിൽ ബി 100 ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ആ സ്വപ്നം ഇൻഷാ അല്ലാഹ് ടച്ച് ചെയ്യാൻ പറ്റുന്നൊരു പ്രതീക്ഷ ഉണ്ട്. അപ്പോൾ ഇനി രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ ഫാർമസി ഫീൽഡ് ഒരു മൾട്ടിനാഷണൽ ബ്രാൻഡ് ആക്കിയിട്ട് മൾട്ടിനാഷണൽ കമ്പനി വിത്ത് നല്ല ക്വാളിറ്റി സ്റ്റാഫിന് പ്രൊഡക്റ്റീവായിട്ട് വിത്ത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് നമുക്ക് അവർക്ക് ഹൈഫൈ സർവീസ് ഫെസിലിറ്റി ഒക്കെ കൊടുത്ത് നല്ല സാലറി നല്ല ഫെസിലിറ്റീസ് ഒക്കെ കൊടുക്കാന്നുള്ള ഒരു ലക്ഷ്യമുണ്ട്. പിന്നെ ഉള്ളിലൊരു സ്വപ്നം ഉണ്ടല്ലോ, ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കണമെങ്കിൽ അതിതീവ്രമായ കഠിന പരിശ്രമവും അതിന് പറ്റിയ മെന്ററും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ എത്തിപ്പെടാൻ പറ്റുന്ന ചെറിയൊരു പ്രതീക്ഷ അല്ല വലിയ പ്രതീക്ഷ അത് അച്ചീവ് ആവുന്നുള്ള മനസ്സിലുണ്ട്. ഇൻഷാ അല്ലാഹ് അതിനുള്ള ജേണിയിലാണ്. എല്ലാ സപ്പോർട്ടും ഉണ്ടാവുന്ന പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. ഒരു മൾട്ടിനാഷണൽ ബ്രാൻഡ് എന്ന് സ്വപ്നം കണ്ട് നടക്കുന്ന ആളുകൾക്ക് സ്വപ്നം മാത്രം കണ്ടാൽ പോരാ, ഈ സംഭവങ്ങൾ ചെയ്ത് പരിചയമുള്ള ആളുകളുമായി കൂട്ടുപിടിച്ച് നമ്മൾ വാല്യൂ സിസ്റ്റം ഉണ്ടാവും നമുക്കൊക്കെ. ആ വാല്യൂ സിസ്റ്റത്തിൽ ഉറച്ചു നിന്ന് എന്ത് പ്രതിസന്ധികൾ വന്നാലും, ഒരുപാട് പ്രതിസന്ധികൾ ഈ ജേണിക്കടയിൽ വരും, എന്ത് വന്നാലും വിട്ടുകൊടുക്കാതെ നെക്സ്റ്റ് 5 to 10 years നമ്മുടെ സ്വപ്നത്തിൽ തന്നെ ഉറച്ചു നിന്ന് വർക്ക് ചെയ്താൽ സാധ്യമാവാത്ത ഒന്നുമില്ല. ഇന്ന് നമ്മൾ കാണുന്ന എല്ലാ വലിയ ബ്രാൻഡുകളും ഇതുപോലെ തന്നെ 1 ഷോപ്പും 2 ഷോപ്പും 15 ഷോപ്പും 25 ഷോപ്പും 50 ഷോപ്പും ആയിട്ട് തന്നെയാണ്. നെസ്റ്റോ 100 ആയതും ലുലു 200 ആയതും ചിക്കിങ് 236 ആയതും ഒക്കെ അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സാധാരണ ആളുകൾ തന്നെയാണ് ഇതൊക്കെ ബിൽഡ് ചെയ്തിട്ടുള്ളത്. എന്നെ കേൾക്കുന്ന എല്ലാവർക്കും, ഒരു ബ്രാൻഡ് എന്ന സ്വപ്നം കണ്ടു നടക്കുന്ന എല്ലാവർക്കും ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മുടെ കഴിവിൽ നമുക്ക് വിശ്വാസം വേണം. നമ്മുടെ സ്വപ്നത്തിന് 5 മുതൽ 10 വർഷമെങ്കിലും നമ്മൾ കൊടുക്കുകയും അതിൻ്റെ പിന്നാലെ കൂടുകയും ചെയ്യണം. അതോടൊപ്പം തന്നെ പ്രൊഫഷണൽ ഹെൽപ്പ് എടുത്തിട്ട് ചെയ്യാൻ അറിയുന്ന ആളുകളുടെ കൂടെ കൂടി വൃത്തിയായിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രിൻസിപ്പിൾ. സ്വന്തമായിട്ട് നമുക്ക് ചെയ്യുന്നതിന് ഒരുപാട് പരിധികളുണ്ട്.